ഓ എന്തൊരു ചൂട്. കാരണമാണ് രാവിലെ പോയതാണ്. എപ്പോഴാണ് ഞാൻ വരുന്നതാവോ? അപ്പുറത്തോട്ട് സുമേച്ചിനെ ഉണ്ടാവോ? സുമേച്ചിനെ വിളിച്ചോക്കാം. ഹലോ സുമേച്ചിയെ, നിങ്ങൾ വീട്ടിൽ കറണ്ട് ഉണ്ടോ? അതെയോ? ആ ചേച്ചി ഇവിടെ രാവിലെ പോയതാണ്, ഇനിയും വന്നിട്ടില്ല. എന്തൊരു ചൂടാന്നറിയോ? അന്ന് ഞാൻ ആ വയറിങ്ങാനൊന്ന് വിളിച്ചോക്കട്ടെ. പണ്ടത്തെ വയറിങ് അല്ലേ, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ഓക്കെ എന്നാൽ ശരി കേട്ടോ. ഒരാവശ്യത്തിന് നോക്കി ഒരാളെ നമ്പറും കിട്ടൂല. ആ ഹലോ, ഇലക്ട്രീഷ്യൻ സുഖിലേട്ടനല്ലേ? ആ ഏട്ടപ്പടെ രാവിലെ പോയ കറണ്ടാണ്. നിങ്ങൾ ഒന്ന് വന്ന് റെഡിയാക്കോ. എന്തൊരു ചൂട്, ചുട്ടിട്ട് വയ്യ. അയ്യോ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ആ എന്നാ വേഗം വരണേ. ഓക്കെ ശരി എന്നാൽ. വരാന്ന് പറഞ്ഞല്ലോ, നീ വരികയാവല്ലേ. പണി ഉണ്ടാകുമ്പോൾ ആകെ പണിയാവും, അല്ലെങ്കിൽ ഒരു പണി ഉണ്ടാവില്ല. ചേച്ചിയെ, ചേച്ചി എവിടെ പോയി കിടക്ക്? ചേച്ചിയെ, ചേച്ചി ഓയ്, ഇവിടെ ആരുല്ലേ? എവിടെ ഇത്? നിങ്ങൾ വന്നോ? ഇവിടെ ഉണ്ടോ? എത്ര നേരം ചേച്ചി ബെല്ലടിക്കണ്? എൻ്റെ ഏട്ടങ്ങളോടിയാണ് എന്തിനാ വരാൻ പറഞ്ഞത്? കറണ്ട് ഇല്ല, ആദ്യം അത് പോയി റെഡിയാക്കി എന്നാലല്ലേ അത് അടിയുള്ളൂ. ഓ അപ്പളേ ഇവിടുന്ന് തുടങ്ങാൻ പണി. നിങ്ങൾ എവിടുന്നേലും ഒന്ന് തുടങ്ങി, ഇവിടെ കറണ്ട് കിട്ടിയാൽ മതി. ഇതൊക്കെ ഒപ്പം ശരി തരും കുഞ്ഞാപ്പൂ. ഒന്ന് ശരിയായി കിട്ടിയാൽ മതി എന്ന് ഭഗവാനെ. അപ്പൊ അതാണ് പ്രശ്നം. ചേച്ചി സ്വിച്ച് വർക്ക് ചെയ്യില്ലല്ലോ? ഈ വീട്ടിൽ ഒരു സ്വിച്ചും വർക്ക് ചെയ്യണില്ല. അപ്പൊ ഇതും കംപ്ലൈന്റ്. ഈ വീട്ടിലെല്ലാം സ്വിച്ച് വയ്ക്കണം. ഫാൻ കറങ്ങില്ല, ഫാനിന്റെ പ്രശ്നം. അപ്പൊ ആദ്യം ഫാൻ കഴിക്കണം. വേഗം പണിത്തിന് അടുത്ത സൈറ്റിൽ പോകാൻ. ഈ സ്വിച്ചും വർക്ക് ചെയ്യില്ല, ഈ ഫാനും വർക്ക് ചെയ്യില്ല, അതല്ല പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഫിലമെന്റ് പോയി, സ്വിച്ചിൻ്റെ എല്ലാ സ്വിച്ചിൻ്റെ ഫിലമെന്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. നിങ്ങൾ ഏത് സ്വിച്ച് വേണേലും അയച്ചോളി, ഈ കറണ്ട് ഒന്ന് റെഡിയാക്കി തന്നാൽ മതി. എന്താ ചൂട്. ചേച്ചി ആ ഫാൻ ഒന്ന് ഇടുമോ? ആദ്യം ആ കറണ്ട് ഒന്ന് റെഡിയാക്ക്, എന്നിട്ടല്ലേ ഫാൻ ഇടുക. ഇപ്പം ശരി തരാം കേട്ടോ. ഫാനും വർക്ക് ചെയ്യില്ല, സ്വിച്ചും വർക്ക് ചെയ്യില്ല. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? കറണ്ടും വരില്ല. ഇപ്പം ശരി കേട്ടോ. ഓ ഓ ഓ കണ്ടുപിടിച്ചു. എന്തേ? ഈ വയറിനുള്ളിൽ ഒരു ഐസി ഉണ്ട്. ആ ഐസി പോയതാണ്. ചേച്ചിയെ, കറണ്ട് വരെ കുറച്ച് പൈസ ചിലവാകും. ഒരു 3800 ചിലവാകും. ഞാനാ പോയിട്ട് വാങ്ങിക്കൊണ്ടാ കേട്ടോ. പൈസ തരി. 3800 റുപ്യേ? എത്ര വെച്ചാൽ തരാം, നിങ്ങളൊന്ന് വേഗം റെഡിയാക്കി തന്നാൽ മതി. നമ്മളെ സ്ഥലത്ത് കറണ്ട് ഉണ്ടോ? മൂക്കിലിട്ട ലേറ്റ് എത്തുന്നു പറഞ്ഞിട്ട് ഉണ്ടാവല്ലേ. 4000 രൂപ ഉണ്ട്. ഇന്നേനെ ഒന്ന് റെഡിയാക്കി തരാം. രാവിലെ മുതൽ കുടുങ്ങിയതാണ്. ഇപ്പം ശരിയാവും. അതിനല്ലേ ഞാൻ അവിടെ. ഇയാളിത് കുറേ നേരം എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ചേച്ചിയെ, ആ സ്വിച്ച് നോക്കി. എവിടെ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇപ്പം എന്താ? വേറെ സംഭവം ഉണ്ട്. വരട്ടെ, ഒരു മിനിറ്റ്. എൻ്റെ ഭഗവാനെ, വല്ലതും റെഡിയാവുന്ന്. ഇയാളിത് എങ്ങോട്ടി പോണേ? ആശാനെന്ന് വിളിച്ചോട്ടെ. ഹലോ ആശാനെ, ഞാനിവിടെ വീട്ടിലൊന്നാണ്. പിന്നെ ഇവിടെ കറണ്ട് ഇല്ല. സ്വിച്ച് ഇടുമ്പോൾ ഫാനും കറങ്ങില്ല, ലൈറ്റ് മാത്രമില്ല. അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ മാത്രമല്ല. സ്വിച്ച് വെച്ച് നോക്കി, ഫാനും വെച്ച് നോക്കി. ഫ്യൂസോ? എന്താ സംഭവം? മീറ്റർ പോകണ്ടല്ലേ. നോക്കട്ടെ കേട്ടോ ആശാനെ. ഫ്യൂസ് ഇതൊക്കെ ആരാണ്ട് പിടിച്ച് പോയോട്ടെ. പടച്ചോനെ, ഫ്യൂസ് പോയതാണല്ലോ. എൻ്റെ ഇലക്ട്രിസിറ്റി മുത്തപ്പ കത്തണേ. ചേച്ചിയെ, ഒന്നാ ഫാൻ ഇട്ട് നോക്കൂ. സമാധാനായി. റെഡി ആയിട്ടോ? മാനം കാത്തു. ശരിയായിട്ടോ? എന്നാ ശരി കേട്ടോ. പിന്നെ 1700 കൂടി ഉണ്ടാവും കേട്ടോ ബാലൻസ്.
ഇഞ്ഞും 1700? പൈസ അല്ലെങ്കിൽ 1500 തന്നാൽ മതി. കുറേ നേരം കഷ്ടപ്പെടണം, അതാണ്. ആ നോക്കട്ടെ. ഇതാട്ടോ 1500. ആ ഇതുപോലെ എന്തെങ്കിലും പണി വിളിച്ചോട്ടോ. ആ ശരി എന്നാല്. ഹാവൂ ഭാഗ്യത്തിന് നല്ലൊരു പണിക്കാരനെ കിട്ടിയല്ലോ.